ഹായ് ഫ്രാൻസ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഗബ്രി ദേഷ്യപ്പെടാനുള്ള കാരണം എന്ത്? മുടിയന്റെ കല്യാണത്തിന് വെച്ച് ഗബ്രി എന്തിന്റെ ദേഷ്യപ്പെട്ട്? കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നുമല്ല, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തണം. നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപാട് വീഡിയോ ചെയ്യും. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഇതേ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്തിട്ട് പോവുകയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗബ്രി, നമ്മൾ ഗബ്രീനെ അറിയാമല്ലോ. നേരത്തോട്ട് ഗബ്രി ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഗബ്രി ആരോടും ദേഷ്യപ്പെടാതെ നല്ല സൗഹൃദപരമായാണ് ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുടിയന്റെ കല്യാണത്തിന് വന്നപ്പോൾ ഗബ്രി കുറച്ച് ദേഷ്യത്തിലാണ്. നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദേഷ്യത്തിലാണ്. ചിരിയൊന്നും മുഖത്തില്ല. ജാസ്മിനുമായിട്ടാണ് ഇവർ പോയത്. ഇവർ ഒരുമിച്ചാണ് വന്നതും പോയതും ഒരുമിച്ചാണ്. അപ്പോൾ അതെന്താണ് കാരണം? വേറൊന്നുമല്ല, ഈ എവിടെ ചെന്നാലും ജാസ്മിനും ഗബ്രിയും പോകുന്നിടത്തെല്ലാം കുറേ യൂട്യൂബർമാർ ഈ ക്യാമറ പൊക്കിക്കൊണ്ട് ഉമ്മാരെല്ലാം ഒരു പണിയില്ല, കുറേ എണ്ണം പുറകെ പോകും. എന്നിട്ട് ആവശ്യമില്ലാത്ത കമന്റുകൾ. ഇവരൊക്കെ നമുക്കൊന്ന് പോകാനുള്ള, അവരൊരു മനുഷ്യരല്ല, അവർക്ക് പോകാനുള്ള യാത്ര അവരെ തടസ്സപ്പെടുത്തുകയും അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഗബ്രി ദേഷ്യപ്പെടുന്നത്. പല ചാനലുകളും അത് ഇതാക്കിയെടുത്ത് ഗബ്രി ദേഷ്യത്തിലാവുന്നൊക്കെ പറഞ്ഞ് പല വീഡിയോ. ഞാൻ ഗബ്രിയെ ഒരിക്കലും ന്യായീകരിക്കല്ല, അങ്ങനെയൊന്നും അല്ല. നമ്മൾ കണ്ടതുപോലെ നമ്മൾ വിളിച്ചു പറയണം. അല്ല നമ്മൾ ഇതിനെ ന്യായീകരിച്ചു അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നോക്കുക, അറിയാം. ഇവരുടെ പുറകെ എപ്പോഴും നോക്കിയാലും ഗബ്രിയും ജാസ്മിൻ്റെ പുറകെ യൂട്യൂബർമാർ അടക്കം വെറുതെ ചുമ്മാ അവർ പോകുന്നിടത്ത് വേണ്ടാത്ത കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് അടുത്ത വീഡിയോ എടുത്ത് റീച്ച് ആകാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് എപ്പോഴും നമുക്കൊരു പ്രൈവസി വേണം. എല്ലായിടത്തും എപ്പോഴും ഈ ചോദിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ചോദിക്കുക. പോകുന്നിടത്തല്ല ഇവന്മാരിങ്ങനെ ക്യാമറ വെച്ചുകൊണ്ട് വെക്കുമ്പോൾ ഇവർക്കൊന്നും നാണയില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കും, ബ്രോയ്ക്ക് നാണയില്ല. ഞാൻ ഇതുപോലെ ആരും ശല്യപ്പെടുത്താറില്ല. എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ റിവ്യൂ ചെയ്യുക, യൂട്യൂബിനെ കുറിച്ച് സംബന്ധമായി വീഡിയോസ് റിവ്യൂ ചെയ്യുന്നത് മാത്രമാണ് എൻ്റെ കടമ. അത് ഞാൻ സത്യസന്ധമായി വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇടുന്നുണ്ട്, ബ്രോ ഇടുന്ന വീഡിയോ എല്ലാം സത്യസന്ധമായി. പക്ഷേ ഇത് വെറുതെ കുറേ എണ്ണം ഇങ്ങനെ ഇവരെല്ലാം പോകുന്നിടത്തെല്ലാം സത്യം പറഞ്ഞ് ശല്യം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഗബ്രി നല്ല കലിപ്പിലായിരുന്നു. ഇതുവരെ കാണാത്ത കലിപ്പിലായിരുന്നു, കട്ട കലിപ്പിലാണ് ഗബ്രി. വേറെ ഒന്നുമല്ല, ഇവരവിടെ പോയാലും ജാസ്മിൻ തന്നെ പറയും, ബ്രോ ഒന്ന് വഴി മാറും, അല്ലെ ഗബ്രിയും പറയും നിങ്ങളൊന്ന് വഴി മാറും. ഇവർ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ പോകും. ഇവർക്ക് വഴി സാധനം തടസ്സപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞ ഈ യൂട്യൂബർമാർ ചെയ്യുന്നത്. വളരെ മോശകരമായ കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് ഗബ്രി നല്ല ചൂടിലായി ഇത് ചെയ്തത്. അത് ഉടനെ വീടിയിട്ട് ജാസ്മിനും ഗബ്രിയും നമ്മുടെ മുടിയന്റെ കല്യാണത്തിന് വന്ന് ഭയങ്കര ഗബ്രി കട്ട കലിപ്പിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ചാനലുകാർ ഇവന്മാരെന്താണ് ഈ കാണിക്കുന്നത്? നമ്മളെ വഴിസാന്തരം ഒരാൾ തടസ്സപ്പെടുത്തുക, ഇതുപോലെ മാറി നിൽക്കാം. അപ്പോൾ അവർ മനുഷ്യരല്ലേ, അവർക്ക് ചിലപ്പം എപ്പോഴും ഉള്ള ഫീലിങ്സ് ആയില്ലേ ചില സമയങ്ങളിൽ. നമ്മൾ ചിലപ്പം എപ്പോഴും നല്ല സന്തോഷത്തിലല്ല, നമ്മൾ ചിലപ്പം കുറച്ച് ടെൻഷനും കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടുമല്ലോ. ഇത് തന്നെയാണ് അവരും മനുഷ്യരാണ്. അത് മനസ്സിലാക്കാതെ കുറേ എണ്ണം വീഡിയോയും നോക്കി ഇങ്ങനെ നടന്നിട്ട് എന്തെങ്കിലും ഇവരുടെ എടുത്തിട്ട് റീച്ച് ആകാൻ വേണ്ടി കുറേ എണ്ണം എവിടെ നിങ്ങൾ നോക്കിയാലും അത് കുറേ ക്യാമറ പിടിച്ചുകൊണ്ട് അതിൻ്റെ വേറെ എവിടെ നോക്കിയാലും ഇപ്പം ആരെങ്കിലും സെലിബ്രിറ്റി ആണോ അവരുടെ പുറകെ ഉണ്ട് കുറേ എണ്ണം. ഇവരുടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരു ന്യായമില്ലാത്ത എന്തൊക്കെയോ ചോദിക്കുന്നത്. വെറുതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കുറേ ക്യാമറ വന്ന് ഇവരൊന്നും യൂട്യൂബർമാരല്ല. സത്യം പറയാം, ഇതൊക്കെ വളരെ മോശകരമായി ചെയ്യുക. അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്കുക, അവരവരുടെ വഴിക്ക് വിടുക, അല്ലാതെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.